ഒന്നും പറ്റിയില്ല. ഒരു മരണം വന്നാ എത്ര രൂപ ചെലവ്? ആ കണ്ടപ്പിച്ച കുറുക്ക ചാടിയപ്പോഴേ തോന്നിയതാ. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ട് ലിപ്പേട്ടാ. ആ ഹോസ്പിറ്റലിൽ പോക്കൂടെ? ഹോസ്പിറ്റലൊന്നും വേണ്ട, ഹോസ്പിറ്റലൊക്കെ പോയാലേ നല്ല ബില്ല് വരും. എന്തേലും ചെയ്യും. അയ്യോ ഒറ്റ മൈന അങ്ങോട്ട് നോക്കല്ലേ, അങ്ങോട്ട് നോക്കല്ലേ. വെറുതെ ഇരുന്ന് ചൂടടിക്കല്ലേ. ചൂടടിച്ച പാമ്പ് വന്ന് കൊത്തി വിഷം തീണ്ടി അത് ഹോസ്പിറ്റലിൽ പോയി ബില്ലടച്ച് എനിക്ക് വയ്യ ബില്ലടക്കാൻ. ധനനഷ്ടം, അംഗഭംഗം, മാനഹാനി ഇതൊന്നും ഇല്ലാത്ത നല്ലൊരു കണിയാവണേ. സുപ്രഭാതം. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ വീടിന്റെ മുറ്റത്ത് ചൂലായിട്ട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ എന്താ അപശകുനം പിടിക്കാനായിട്ട് നീ പോയിക്കേ. സമയം ഒട്ടും ശരിയല്ല. ആ പണിക്കരെടുത്തൊന്ന് പോയി നോക്കിയാലോ? എന്നാ ബില്ല്. ഇതുവല്ല ബില്ലുണ്ടല്ലോ. മൂടോ പോലെ പണിക്കരെ, അതെ ചുറ്റൊരു മരണത്തിന്റെ പടം. പിന്നെ ഞാൻ 4-5 ലക്ഷം റുപ്യ ഹോസ്പിറ്റലിൽ ചെലവാവുന്ന സ്വപ്നവും കണ്ട്. വലിയ പ്രതിവിധി ഉണ്ടോ? പ്രതിവിധി ഉണ്ട്. ആണോ? പെട്ടെന്നൊന്ന് കവടി എടുത്തിട്ട് പറഞ്ഞുതരാൻ പറ്റുമോ? അതിന് ഗണിച്ചിട്ട് പറയണ്ട. വല്ല ഹോസ്പിറ്റൽ കേസും വന്ന് പൈസ പോവാതിരിക്കാൻ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് വെക്കാം. അതൊക്കെ നല്ല ചെലവുള്ള കേസല്ലേ? മാസം ഒരു 400-500 രൂപ ചെലവാക്കി നല്ലൊരു ഇൻഷുറൻസ് എടുത്ത് വെക്കാൻ എനിക്ക് എന്താണ് ഇത്ര പാട്? നീ ഒരു കാര്യം ചെയ്യും, എന്റെ ബയോയിൽ പോയി കഴിഞ്ഞാൽ 1 കോടി വരെ കവറേജ് കിട്ടുന്ന ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ട് അത് നിനക്ക് നോക്കിയെടുക്കാം. ഈ ഡിസ്കൗണ്ട് ഉണ്ടാവും? ഡിസ്കൗണ്ട് ഉണ്ട്, 25% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. പ്രവാസിയാണോ? പ്രവാസികൾക്ക് 18% GST ഇളവുണ്ട്. അതല്ല പണിക്കതേ, ഈ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് പറ്റിയ പരിപാടിയാണോ? നമുക്ക് വല്ല ഹോമോ പൂജ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട്